നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് ചേമ്പ് കൊണ്ട് നല്ല അടിപൊളി ഒരു കറി വെച്ചാലോ? ചേമ്പസ്ത്രം. അപ്പോൾ ഞാനിത് ചെയ്യുന്നത് കുറച്ചൊരു ലൂസായിട്ടാണ് കേട്ടോ. സാധാരണ പലരും പല രീതിയിലാണ്. ചിലർ കുറച്ചൊന്ന് ലൂസാക്കും, ചിലർ നല്ലവണ്ണം കുറുകിയായിരിക്കും വെക്കുന്നത്. അപ്പം ഞാൻ എന്തായാലും സ്വല്പം നമുക്കൊന്ന് ചോറിൽ ഒരുപാട് അങ്ങ് നീണ്ടു പോകാത്ത രീതിയിൽ ഒന്ന് കുഴഞ്ഞിരിക്കുന്ന രീതിയിൽ ചോറിലൊഴിച്ച് കഴിക്കുന്ന രീതിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയേണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടിയിലാണ് ചെയ്യുന്നത്. ഒരു മൺചട്ടി വെച്ചിട്ട് അതിലേക്ക് ഇതാ ഇത്രയുണ്ട് ചേമ്പ്. ഒരു 2 ചേമ്പിൻ്റെ വിത്തുണ്ടല്ലോ, നമ്മൾ വിത്തെന്ന് പറയും കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇത് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം, ഒരു 2 കപ്പ് വെള്ളം ഉണ്ടാവും, അതങ്ങ് ചേർത്ത് കൊടുത്തു. ഇനിയും കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഒന്ന് തിളച്ച് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 10-15 മിനിറ്റോളം എടുക്കും കേട്ടോ ഒന്ന് വെന്ത് വരാനായിട്ട്. ഒന്നങ്ങ് അടച്ച് വെച്ച് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 4-5 കഷ്ണം ചെറിയ വെളുത്തുള്ളി, ഒരു 2-2.5 പിടിയോളം ഉണ്ട് തേങ്ങ, ഒരൽപ്പം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചെറിയ ജീരകം, നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള കാന്താരിമുളക് ഇല്ലെങ്കിൽ പച്ചമുളക് അരയ്ക്കാം. പിന്നെ ഒരു 5-6 കഷ്ണമുണ്ട് ചെറിയ ഉള്ളി. ഇത്രയും കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്നങ്ങ് അരച്ചെടുക്കണം. അപ്പോൾ ഒരു 5 മിനിറ്റ് ആയപ്പോഴത്തേക്ക് ഞാൻ തുറന്നു നോക്കി. ഇനി നമുക്ക് ഒരു 2 പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കിനി നോക്കാം ചേമ്പ് വെന്തിട്ടുണ്ടോയെന്ന്. അപ്പോൾ നമ്മുടെ ചേമ്പൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. വെള്ളം ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് കൊണ്ടുവന്ന അരപ്പങ്ങ് ചേർത്ത് കൊടുക്കാം. ഞാൻ അരച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഇതുപോലെ നമ്മൾ മിക്സി മേടിക്കുമ്പോൾ കിട്ടത്തില്ല, ഇതുപോലെ 2 ജാറ് അതിലങ്ങ് ഒഴിച്ച് വയ്ക്കും കേട്ടോ. അപ്പം നമുക്ക് മിക്സിയൊക്കെ കഴുകി വയ്ക്കാമല്ലോ. എന്നിട്ട് ആ അരപ്പ് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്തു. ഒരല്പം വെള്ളം കൂടെ നമുക്ക് നമ്മുടെ അരച്ച മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ അങ്ങ് ഇളക്കി എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിക്കാം. നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരണം. നമ്മൾ അരച്ച അരപ്പിൻ്റെ, നമ്മൾ വെളുത്തുള്ളിയും ജീരകവും ഒക്കെ നന്നായിട്ട് അരച്ചിട്ടുള്ളതല്ലേ. അപ്പോൾ ജീരകത്തിൻ്റെയും വെളുത്തുള്ളിയുടെയും ഉള്ളിയുടെയും ഒക്കെ പച്ച ചൊവയൊക്കെ നന്നായിട്ട് മാറി വരുവോളം വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. അപ്പോൾ അതേ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒഴിച്ചിട്ടുള്ള വെള്ളം അതുകൂടെ അങ്ങ് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കുകയാണ്. ഇത് നമുക്ക് ഏകദേശം നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അതേസമയം നമ്മൾ തൈര് ചേർത്തിട്ട് പെട്ടെന്ന് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമ്മൾ സ്റ്റൗവ് ഓഫ് ചെയ്യണം. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് അരപ്പൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. ഇങ്ങനെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കാം. നന്നായിട്ട് അരച്ച തേങ്ങ ആയതുകൊണ്ട് ചിലപ്പോൾ ഒന്ന് പിരിയുന്ന ആ ഒരു രീതിയിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം. ഇനി നമുക്ക് ഞാനൊരു 1.5 കപ്പ് തൈര് എടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുത്താണ് കേട്ടോ. അതങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം. കൈ എടുക്കാതെ നമുക്ക് ഇളക്കി കൊടുക്കാം, പിരിഞ്ഞു പോകാതെ. ചട്ടിയൊക്കെ നല്ല ചൂടായിട്ടാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ ലോ ഫ്ലെയിം ആണെങ്കിലും പിരിയാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. അതുകൊണ്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ചേർത്തിട്ടുള്ള ഉപ്പൊക്കെ കറക്റ്റാണോ നമുക്ക് നോക്കാം. ഒരല്പം ഉപ്പിൻ്റെ കുറവുണ്ട്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി കടുകൊക്കെ ചേർത്തതിന് ശേഷം ഒരിക്കലും കൂടി ഞാൻ ഉപ്പൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴല്ലേ നമുക്ക് അതിൻ്റെ യഥാർത്ഥ ആ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇപ്പം നമുക്കിനി ഉപ്പ് വേണമെങ്കിൽ നമ്മൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണമല്ലോ. അതുകൊണ്ടാണ് ഇപ്പോൾ ഒന്ന് ഉപ്പ് നോക്കിയത് കേട്ടോ.
അപ്പം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തു. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഇറക്കി വെച്ചിട്ട് ഇനി കടുക് വറുത്ത് ഒഴിക്കാം. അതിനുവേണ്ടി ഞാൻ നേരത്തെ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്, ഈ തടുക്കാപ്പാനുണ്ടല്ലോ ഇതിങ്ങനെ ഇരിക്കത്തില്ല, അതിങ്ങനെ മറിഞ്ഞ് വീണുകൊണ്ടിരിക്കും. അപ്പം ഞാൻ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതയ്ക്കുന്നൊരു സംഭവം ഉണ്ടല്ലോ, ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കും. അപ്പോൾ അവിടെ അടിപൊളിയായിട്ട് അങ്ങ് ഇരിക്കും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിന് വെളിച്ചെണ്ണ തന്നെ ചേർക്കണം. ഇനി 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയൊക്കെ നമുക്ക് കുറച്ച് കൂടുതൽ ചേർക്കുന്നത് തന്നെയാണ് നല്ലത്. ഈ കറിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഒരു നുള്ള് വേണ്ട ഒരു 10-12 എണ്ണം എടുത്താൽ മതി ഉലുവ, അതങ്ങ് ചേർത്ത് കൊടുക്കാം. ഈ ഉലുവ ചേർക്കുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ നമ്മുടെ കറിക്ക്, മണവും ടേസ്റ്റും ഒക്കെ ഉണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുത്തു. വറ്റൽമുളക് ചേർത്ത് കൊടുത്തു. പാൻ നന്നായിട്ട് ചൂടായിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുകയാണ്. നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തിട്ട് നമ്മുടെ കറിയിലേക്ക് നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കും കേട്ടോ. ഇതിൻ്റെ മണം ഒന്നും പോകാതെ നന്നായിട്ട് ഈ ഫ്ലേവറൊക്കെ നമ്മുടെ കറിയിലേക്ക് പിടിക്കാനായിട്ട് അടച്ചു വെച്ച് കൊടുത്തു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് തുറന്നിട്ട് ഇളക്കി നോക്കാം. ഇപ്പം നമുക്ക് നോക്കാം, ഉപ്പ്, പുളി, നമ്മൾ ചേർത്തിട്ടുള്ള പുളി ഒക്കെ കറക്റ്റ് ആയിരുന്നു. എങ്കിലും കടുക് വറുത്തതിന് ശേഷമുള്ള യഥാർത്ഥം നമുക്ക് അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് അറിയാൻ പറ്റുക. അപ്പോൾ ഒന്ന് നോക്കാം. നല്ല ടേസ്റ്റ്, നല്ല അടിപൊളി രുചിയായിരുന്നു കേട്ടോ. ഇതിൻ്റെ കൂടെ നമുക്കൊരു ഒരു സ്വല്പം മീൻകറി, നല്ല മുളകരച്ച് വെക്കുന്ന മീൻകറി ഉണ്ടല്ലോ, നമ്മുടെ കോട്ടയം സ്റ്റൈലിൽ വെക്കുന്ന മീൻകറി, അതാണ് ഇതിൻ്റെ കൂടെ ഏറ്റവും നല്ല കോമ്പിനേഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഇനി അതൊന്നും ഇല്ലെങ്കിലും ഒരു ഇത്തിരി തോരനോ അച്ചാറോ, നല്ല എരിവുള്ള അച്ചാറായാലും മതി കേട്ടോ, നല്ലതായിരിക്കും. അതുകൂടെ ചേർത്തിട്ട് നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ഊണ് കഴിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഏകദേശം ഇവിടെ പൂർണ്ണമായിട്ടുണ്ട്. നമ്മുടെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി വരികയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ നിർത്താം. വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായി വരുന്നത് വരെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.